ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയേണ്ടതെന്നാണ്. ആദ്യം തന്നെ മനസ്സിൽ ഓർത്ത് വെക്കുക, നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ സിമ്പിൾ പ്രസന്റ് ആണ് യൂസ് ചെയ്യുക. അതായത് സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ വെർബിൻ്റെ ബേസ് ആയിട്ടുള്ള ഫോം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പം നമ്മളോട് ആരെങ്കിലും മലയാളത്തിൽ ചോദിച്ചു എന്നിരിക്കട്ടെ, നീ എത്ര മണിക്കാണ് എഴുന്നേൽക്കാറ്? അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് പറയാണ്, ഞാൻ എന്നും 5 മണിക്ക് എഴുന്നേൽക്കും. ഈ എഴുന്നേൽക്കും, ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ വില്ല് യൂസ് ചെയ്യാറുണ്ട്. ഐ വിൽ വേക്കപ്പ് എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ വില്ല് യൂസ് ചെയ്യരുത്. അപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. ഞാൻ എന്നും 6 മണിക്കാണ് എഴുന്നേൽക്കാറ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ വേക്ക് അപ്പ് അറ്റ് 6 AM എന്നാണ് പറയാം. ഐ വേക്ക് അപ്പ് അറ്റ് 6 AM. ഐ സ്ട്രെച്ച് മൈ ബോഡി. കൈയും കാലൊക്കെ ഒന്ന് നീട്ടി ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യും. ഐ മേക്ക് മൈ ബെഡ് നീറ്റ്ലി. ബെഡൊക്കെ വിരിച്ച് ബ്ലാങ്കറ്റും ഒക്കെ സെറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് വെക്കും. ഐ മേക്ക് മൈ ബെഡ് നീറ്റ്ലി. ഐ ബ്രഷ് മൈ ടീത്ത്. ഞാൻ പല്ല് തേക്കും. ഐ വാഷ് മൈ ഫേസ് വിത്ത് കോൾഡ് വാട്ടർ. തണുത്ത വെള്ളം കൊണ്ട് ഞാൻ എൻ്റെ മുഖം കഴുകും. ഐ ടേക്ക് എ ഷവർ. ഞാൻ കുളിക്കും. ഐ അപ്ലൈ മൈ സ്കിൻ കെയർ ക്രീം. സ്കിൻ കെയറിൻ്റെ എന്തെങ്കിലും ക്രീമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യും. ഐ കോം മൈ ഹെയർ. ഞാൻ മുടി ചീവും. ഐ ഗെറ്റ് ഡ്രസ്ഡ് ഫോർ ദി ഡേ. ഞാൻ ഡ്രസ്സ് ചെയ്യും, വസ്ത്രം ധരിക്കും. ഐ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പ്രാതലുണ്ടാക്കും. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പ്രാതൽ കഴിക്കും. ഐ പാക്ക് ലഞ്ച് ഫോർ വർക്ക്. ജോലിക്ക് പോകുമ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ലഞ്ച് പാക്ക് ചെയ്യും. ഐ ചെക്ക് മൈ ഷെഡ്യൂൾ ഫോർ ദ ഡേ. അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ഷെഡ്യൂൾ ഉണ്ടല്ലോ, അത് ചെക്ക് ചെയ്യും. ഐ വാട്ടർ ദ പ്ലാന്റ്സ്. ചെടി നനയ്ക്കും. ഐ ടേക്ക് മൈ വൈറ്റമിൻസ്. എന്തെങ്കിലും വൈറ്റമിൻസോ എന്തെങ്കിലും മെഡിസിനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കും. ഐ ഗെറ്റ് ദ കിഡ്സ് റെഡി ഫോർ സ്കൂൾ. എൻ്റെ കുട്ടികളെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കും. ഐ ക്ലീൻ ദ കിച്ചൺ. ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യും. ഐ ലീവ് ഫോർ വർക്ക്. ഞാൻ ജോലിക്ക് പോകും. ഐ ലിസൺ ടു മ്യൂസിക് ഇൻ ദി കാർ. കാറിൽ പോകുമ്പോൾ ഞാൻ മ്യൂസിക്, അതായത് പാട്ട് കേൾക്കും. ഐ ഗ്രീറ്റ് മൈ കോവർക്കേഴ്സ്. ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കോവർക്കേഴ്സിനെ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞൊന്ന് ഗ്രീറ്റ് ചെയ്യും. ഐ ചെക്ക് മൈ ഇമെയിൽസ്. ഞാൻ എൻ്റെ ഇമെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യും. ഐ അറ്റൻഡ് എ ടീം മീറ്റിംഗ്. ഞാനൊരു ടീം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. ഐ ടേക്ക് നോട്ട്സ് ഡ്യൂറിങ് ദി മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നോട്ട് ചെയ്ത് വെക്കും. ഐ ടേക്ക് എ ഷോർട്ട് കോഫി ബ്രേക്ക്. കോഫി കുടിക്കാൻ ഒരു ചെറിയ ബ്രേക്ക് എടുക്കും. ഐ ട്രാവൽ ബാക്ക് ടു ഹോം. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഐ ചേഞ്ച് ഇൻ ടു കംഫർട്ടബിൾ ക്ലോത്ത്സ്. ഓഫീസ് വെയർ ഒക്കെ മാറ്റിയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സിലേക്ക് മാറും. ഐ റിലാക്സ് ഫോർ എ വൈൽ. കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കും. ഐ ഹെൽപ്പ് മൈ ചിൽഡ്രൻ ടു ഡു ദെയർ ഹോംവർക്ക്. എൻ്റെ കുട്ടികളെ അവരുടെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യും. ഐ സ്വീപ് ദ ഫ്ലോർ. ഞാൻ നിലം അടിച്ചു വാരും. ഐ റീഡ് എ ഫ്യൂ പേജസ് ഓഫ് എ ബുക്ക്. ഒരു ബുക്കിൻ്റെ കുറച്ച് പേജ് ഞാൻ വായിക്കും. ഐ വാച്ച് സം ന്യൂസ്. ഞാൻ കുറച്ച് ന്യൂസ് കാണും. ഐ ടേക്ക് എ ഷോർട്ട് വാക്ക് ഔട്ട്സൈഡ്. ഞാൻ പുറത്ത് കുറച്ച് നേരം നടക്കും. ഐ ഡു ലൈറ്റ് സ്ട്രെച്ചിങ് ഓർ യോഗ. ഒന്ന് ബോഡി സ്ട്രെച്ച് ചെയ്യുക അല്ലെങ്കിൽ യോഗ എന്തെങ്കിലും ചെയ്യും. ഐ ഈറ്റ് ഡിന്നർ വിത്ത് മൈ ഫാമിലി. ഞാൻ കുടുംബത്തോടൊപ്പം ചേർന്നിട്ട് അത്താഴം കഴിക്കും. ഐ വാഷ് ദ ഡിഷസ്. ഞാൻ പാത്രങ്ങൾ കഴുകും. ഐ ക്ലീൻ ദ ഡൈനിങ് ടേബിൾ.
ഡൈനിങ് ടേബിൾ ഞാൻ എന്ത് ചെയ്യും? ക്ലീൻ ചെയ്യും. ഐ പാക്ക് ബാഗ്സ് ഫോർ ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ബാഗിൽ പാക്ക് ചെയ്യും. ഐ ഫോൾഡ് ക്ലീൻ ക്ലോത്ത്സ്. തുണികളൊക്കെ മടക്കി വയ്ക്കും. ഐ ടോക്ക് വിത്ത് മൈ ഫാമിലി. കുടുംബത്തോടൊപ്പം ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കും. ഐ ചെക്ക് മൈ ഫോൺ. കുറച്ചു നേരം ഫോൺ ചെക്ക് ചെയ്യും. ഐ സെറ്റ് ദ അലാം ഫോർ ടുമോറോ. അടുത്ത ദിവസം എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് അലാം സെറ്റ് ചെയ്യും. ഐ ടേൺ ഓഫ് ദി ലൈറ്റ്സ് ആൻഡ് സ്ലീപ്പ്. ഞാൻ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിട്ട് ഉറങ്ങും. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളുടെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ബേസ് ആയിട്ടുള്ള വെർബിൻ്റെ ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനാണ് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇനി തെറ്റിക്കില്ലല്ലോ, നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏത് ടെൻസിലാണ് നമ്മൾ പറയുക? സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുക. അതുപോലെ തന്നെ ഞാൻ എഴുന്നേൽക്കും, ഞാൻ പാചകം ചെയ്യും, ഞാൻ പഠിക്കും, ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ വാചകങ്ങളൊക്കെ നമ്മൾ ഡെയിലി നടക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ വില്ല് യൂസ് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ എന്നും 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണ്, അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് യൂസ് ചെയ്യുക. എന്നാൽ നാളെ മാത്രം അയാൾ 5 മണിക്ക് എഴുന്നേൽക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വില്ല് യൂസ് ചെയ്യാം കേട്ടോ. കാരണം അപ്പോൾ അവിടെ പതിവായിട്ട് ചെയ്യുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.